ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. നമ്മുടെ LDCയുടെ മുന്നോടിയായി നടത്തുന്ന മോഡൽ എക്സാമിൻ്റെ പുതിയൊരു ചാപ്റ്ററാണ് ഇന്നും നമ്മൾ എല്ലാ ദിവസവും നോക്കുന്നത് പോലെ തന്നെ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 29 മാർക്കാണ്. ഓക്കെ, 40 ചോദ്യങ്ങളും 29 മാർക്കാണ് കട്ട് ഓഫും. അപ്പം എക്സാമൊക്കെ ഉള്ളവർ എല്ലാവരും കൃത്യമായിട്ട് ഇതിന് ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക. കാരണം അത്രയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. PSC വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പം അത്രയ്ക്കും ഗൗരവത്തോടെ തന്നെ നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ തെറ്റിപ്പോണ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ എത്ര സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സാധുജന പരിപാലന സംഘം. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ അതിൽ തന്നെ കണക്ട് ചെയ്ത് വയ്ക്കുക. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, അതുപോലെ തന്നെ ആത്മവിദ്യാസംഘം ആരാണ് സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ഓക്കെ, വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. അതുപോലെ സുഗുണവർദ്ധിനി സംഘടന ആരാണ് സ്ഥാപിച്ചത്? സുഗുണവർദ്ധിനി അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, സുഗുണവർദ്ധിനി അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ ആത്മബോധോദയ സംഘം ആരാണ്? ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുക്കളാണ്. ഓക്കെ, ശുഭാനന്ദ ഗുരുക്കളാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. അതുപോലെ സഹോദര സംഘം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചാരാണ്? ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. ഓക്കെ, ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭ ആനന്ദതീർത്ഥനാണ്. PRDS ആരാണ്? കുമാരഗുരുദേവൻ. ഓക്കെ, PRDS സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ, സുഗുണവർദ്ധിനി സ്ഥാപിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, അതുപോലെ തന്നെ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുക്കളാണ്. സഹോദര സംഘം അറിയായിരിക്കും, സഹോദരൻ അയ്യപ്പൻ. തിരുവിതാംകൂർ നായർ സമാജം സ്ഥാപിച്ചതാരാണ്? തിരുവിതാംകൂർ നായർ സമാജം TNS സ്ഥാപിച്ചതാരാണ്? C കൃഷ്ണനാണ്. ഓക്കെ, ശ്രീ കൃഷ്ണപിള്ള. കൃഷ്ണനല്ല, C കൃഷ്ണപിള്ള. ഓക്കെ, തിരുവിതാംകൂർ നായർ സമാജം C കൃഷ്ണൻ പിള്ളയാണ്. അതുപോലെ ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാണ്? നമ്മുടെ ആനന്ദതീർത്ഥനാണ്. ജാതിനാശിനി സഭ ആനന്ദതീർത്ഥനാണ്. രണ്ടാമത്തെ ചോദ്യമാണ്. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആര്? ഉത്തേജനം ആരാണ്? അധികം കേട്ടിട്ടില്ലാത്തായിരിക്കും. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, നമ്മുടെ സഹോദരൻ ബ്രദേഴ്സെ കൊണ്ട് നമുക്കൊരു ഉത്തേജകമല്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഉത്തേജനം സഹോദരൻ അയ്യപ്പൻ്റെ കൃതിയാണ്. മൂന്നാമത്തെ ചോദ്യമാണ്. INA വനിതാ റെജിമെൻറ്റ് നയിച്ചത്? INA വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ആരാണ്? ഡോക്ടർ ലക്ഷ്മി സൈഗളാണ്. ഓപ്ഷൻ C ആണ്. ഓക്കെ, ഡോക്ടർ ലക്ഷ്മി സൈഗളാണ്. INA വനിതാ റെജിമെൻറ്റിൻ്റെ പേരെന്തോന്നാണ്? ഝാൻസി റാണി റെജിമെൻറ്റ്, അതറിയായിരിക്കും. അതിനെ നയിച്ചത് ലക്ഷ്മി സൈഗളാണ് നയിച്ചത്. അതുപോലെ തന്നെ INA രൂപീകരിച്ചതാരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, റാഷ് ബിഹാരി ബോസ് ആണ് INA രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഫാലിൽ INA ദേശീയ പതാക ഉയർത്തിയത്? ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത് ആരുടെ സഹായത്തോടെയാണ്? ജപ്പാൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ, ജപ്പാൻ്റെ സഹായത്തോടെയാണ് INA ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യനാണ്, നാലാമത്തെ ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നത് എവിടെയാണ്? സാന്താൾ കലാപം എവിടെയാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ആ പ്രദേശത്താണ്. ഓക്കെ, പീഠഭൂമിയല്ല, ആ പ്രദേശത്താണ്. 1855-56 കാലഘട്ടത്താണ് സാന്താൾ കലാപം, ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, സന്യാസി കലാപം എവിടെയാണ് നടന്നത്? എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒഡീഷ ആ ഭാഗങ്ങളിലൊക്കെയാണ് നടന്നത്. 1770 to 820 ആ കാലഘട്ടത്തിൽ നടന്നതാണ് സന്യാസി കലാപം. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും വലിയ പ്രാകൃതമായ വിപ്ലവം എന്ന് കേട്ടിരുന്നാലും അത് സന്യാസി വിപ്ലവമാണ്. നടന്ന പ്രധാന സ്ഥലമാണ് ഇവിടെ ബംഗാൾ, ബീഹാർ, ഒഡീഷ ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്താണ്. ബംഗാളിൻ്റെയും ബീഹാർ, ഒഡീഷ ആ ഭാഗങ്ങളിലാണ് സന്യാസി കലാപം നടന്നത്. വർഷം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ 1770 to 1820 കാലഘട്ടത്തിൽ നടന്ന ഒട്ടനവധി വിപ്ലവങ്ങളെ ചേർത്താണ് നമ്മൾ സന്യാസി കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. ഏതാണ്?
സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം ഇറങ്ങിയത് 1882. ജസ്റ്റ് നോക്കി നോക്കി, അഥവാ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കേട്ടാൽ അങ്ങനെ കേൾക്കാനേ സാധ്യതയുള്ളൂ, അല്ലാതെ കേട്ടിട്ടില്ല. ഓക്കെ, സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത് ആനന്ദമഠം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, കാരണം സന്യാസി ലഹളയും ആനന്ദമഠവും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഓർത്ത് വയ്ക്കാൻ എന്താണ്, നമ്മുടെ ഈ മഠത്തിലല്ലേ സന്യാസിമാരൊക്കെ ജീവിക്കുന്നത്, അപ്പം അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, മാറിപ്പോകില്ല. ഓക്കെ, അപ്പം സന്യാസി ലഹള ആനന്ദമഠമാണ് 1882. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ച നോവലാണ്. ഓക്കെ, നോവലാണ്. 5ാമത്തെ ചോദ്യമാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ എന്താണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണെന്ന് പറയുന്നത്? ശാസ്ത്രം വിജയിക്കട്ടെ എന്നല്ല പറയണ. അപ്പം ശാസ്ത്രം വിജയിക്കട്ടെ, വിജയ് ഹട്ട്. 6ാമത്തെ ചോദ്യമാണ്, മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനി. മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. ഓപ്ഷൻ ബി ആണ്, അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഓക്കെ, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അബ്ദുൽ കലാം ആസാദാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. നവംബർ 11 പ്രത്യേകത എന്താണ്? നവംബർ 11 പ്രത്യേകത ദേശീയ വിദ്യാഭ്യാസ ദിനം. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആയിരിക്കും? അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 11. നവംബർ 11 എന്ത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 7ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം. സിമ്പിൾ ചോദ്യം അതാണ്, വടക്കേറ്റം ലഡാക്കാണ്. 8ാമത്തെ ചോദ്യം, 1955 ഫിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെയാണ്? 1955 ഫിലായി സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? റഷ്യയുടെയാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയനാണ്, റഷ്യ. 9ാമത്തെ ചോദ്യമാണ്, ഒരു പ്രധാന ഖാരിഫ് വിളയാണ്? വിള ഏതാണ്? നെല്ലാണ്. ഓപ്ഷൻ സി നെല്ലാണ്. ഈ ഖാരിഫ് വിളകൾ പഠിക്കാൻ ചെറിയൊരു കോഡുണ്ട്, പണ്ടേ ഉള്ള ഒരു കോഡാണ്. ഏതാണ്? പനിച്ച എനക്ക് തിന്നാൻ ചോറും ബജിയും വേണം. ഓക്കെ, എന്താണ് ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. പനിച്ച എനക്ക് തിന്നാൻ ചോറും ബജിയും, വെറും ബജിയല്ല, സോയാ ബജിയും വേണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പനിച്ച എനക്ക് തിന്നാൻ ചോറും സോയാ ബജിയും വേണം. ഓക്കെ, ഇതാണ് ഖാരിഫ് വിളകൾ. ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഖാരിഫ് വിളകൾ. പനിച്ച എനക്ക് തിന്നാൻ ചോറും സോയാ ബജിയും വേണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പനിച്ച എന്താണ്? പനിച്ച പരുത്തി, നിലക്കടല, ചണം. ഓക്കെ, പനിച്ച പരുത്തി, നിലക്കടല, ചണം, ഇതാണ് ഖാരിഫ് വിളകൾ. പനിച്ച എനക്ക് എന്താണ്? എള്ള്, നെല്ല്, കരിമ്പ്. ഓക്കെ, പനിച്ച എനക്ക് പരുത്തി, നിലക്കടല, ചണം. എനക്ക് എള്ള്, നെല്ല്, കരിമ്പ്. പനിച്ച എനക്ക് തിന്നാൻ എന്താണ്? തിനവിളകൾ. ഓക്കെ, തിന്നാൻ ചോറ് മീൻസ് ചോളം. ഓക്കെ, ചോളം. റാ മീൻസ് എന്താണ്? റാഗി. ഓക്കെ, ചോളം, റാഗി. പനിച്ച എനക്ക് തിന്നാൻ തിനവിള, ചോളം, റാഗി. തിന്നാൻ എന്താണ്? ചോറും. സോയാ ബജിയും എന്താണ്? സോയാബീൻ. ബജി മീൻസ് ബജിറ വേണം, ഇത്രയും തന്നെയാണ്. ഓക്കെ, അപ്പം പനിച്ച എനക്ക് തിന്നാൻ ചോറും സോയാ ബജിയും വേണം. ഇനി ബജിറ ഓർക്കുമ്പോൾ കുറച്ച് 2-3 കൂടി ഓർക്കണം. ബജിറ, ജോവർ, ചോളം നമ്മൾ പറഞ്ഞ റാഗി, ഇതുകൂടി ഓർക്കണം. ഓക്കെ, ചോറും സോയാ ബജിയും എന്താണ്? സോയാബീൻ പറഞ്ഞ്, ബജിക്ക് ബജിറ, അതിൻ്റെ കൂടെ ഓർക്കണം ജോവർ കൂടി ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ജോവറും റാഗിയും കൂടി ഉണ്ടെന്ന് ഓർക്കണം. ഓക്കെ, ജോവറും റാഗി. ഇത്രയുമാണ് ഖാരിഫ് വിളകൾ. ഒന്നുകൂടി പറയാം. പനിച്ച എനക്ക് തിന്നാൻ ചോറും സോയാ ബജിയും വേണം. പരുത്തി, നിലക്കടല, ചണം. എനക്ക് എള്ള്, നെല്ല്, കരിമ്പ്. തിന്നാൻ എന്താണ്? തിനവിളകൾ. ചോറും എന്താണ്? ചോളം, റാഗി. സോയാ ബജിയും വേണം, ചോറും സോയാ ബജിയും. ചോളം, റാഗി, അതേപോലെ സോയാബീൻസ്, ബജിയും ബജിറയും, ജോവറും ബജിയും വേണം. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. 10ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംരക്ഷണം ആരംഭിച്ച വർഷം. എന്നാണ് ദൂരദർശൻ കളർ സംരക്ഷണം? ഇതുപോലെ ചോദ്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കറക്കി കുത്താൻ നിൽക്കരുത്, സ്കിപ്പ് അടിക്കണം, അത്രയും മതി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1982 ആണ്. 11ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ഇന്ത്യയും വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്?
ഓപ്ഷൻ എ ആണ്. ഓക്കെ, 1ഉം 2ഉമാണ്. സമാധാനപരമായ സഹവർത്തിത്വം, അതുപോലെ തന്നെ വംശീയവാദത്തോട് വിദേശ സഹായത്തിന് ആവശ്യകതയിലുള്ള ഊന്നൽ, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, വിദേശ സഹായം നമുക്ക് ആവശ്യമില്ല എന്നൊരു നിലപാടാണ് അന്ന് എടുത്തിരുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യമാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. 1921 ഒറ്റപ്പാലത്ത് നടന്ന ആരാണ്? ഓപ്ഷൻ എ ആണ്, ടി പ്രകാശമാണ്. ഓപ്ഷൻ എ, ടി പ്രകാശം. ഇതിൽ നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ച സമ്മേളനം ഏതാണ്? നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ചത് 1928 പയ്യന്നൂർ സമ്മേളനമാണ്. ഓക്കെ, 1928 പയ്യന്നൂർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ വഹിച്ച സമ്മേളനം. ഈ സമ്മേളനത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമേയമൊക്കെ പാസ്സാക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കണം. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ് 1928 പയ്യന്നൂർ സമ്മേളനം. നമ്മുടെ നെഹ്റുവാണ്. ഓക്കെ, നെഹ്റുവാണ് അധ്യക്ഷൻ. അതുപോലെ തന്നെ 1921 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒറ്റപ്പാലത്ത് നടന്ന KPCCയുടെ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 1921 ഏപ്രിൽ മാസം ഒറ്റപ്പാലത്ത് ടി പ്രകാശമായിരുന്നു. ഓക്കെ, ടി പ്രകാശൻ. 13ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം എന്നാണ്? ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത്? ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 2ഉം 4ഉമാണ്. NV ജോസഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ C കേശവൻ. നമ്മുടെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് C കേശവനാണ്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് C കേശവനാണ്. പിന്നെ ആരുണ്ടായിരുന്നു? TM വർഗീസ് ഉണ്ടായിരുന്നു. ഓക്കെ, TM വർഗീസും ഉണ്ടായിരുന്നു. ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഇംഗ്ലീഷ് എന്തോന്നാണ് അറിയാമോ? ഒബ്സ്റ്റൻഷൻ മൂവ്മെൻ്റ് ആണ് കേട്ടോ. OB ഉണ്ട്. OBSTENTION ഒബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വർഷം അറിയാലോ. നിവർത്തനം 1932. ഓക്കെ, നിവർത്തന പ്രക്ഷോഭത്തിന് പ്രവർത്തിച്ച സംഘടന ഏതാണ്? പ്രധാന സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി, SRS. ഓക്കെ, സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്തോന്നായിരുന്നു? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുക. ഓക്കെ, ജനസംഖ്യാനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നമ്മുടെ CP രാമസ്വാമി അയ്യർക്കെതിരെയൊക്കെയായിരുന്നു പ്രക്ഷോഭം പ്രധാനമായിട്ടും സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചതെന്നാണ് 1932 തന്നെയാണ്. ഓക്കെ, 1932 ഡിസംബർ മാസത്താണ് സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? തിരുവിതാംകൂറിലാണ്. ഓക്കെ, അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ട്രിവാൻഡ്രത്ത് തിരുവിതാംകൂറിൽ വെച്ചാണ് സംയുക്ത രാഷ്ട്രീയ സമിതി 1932 ഡിസംബർ മാസത്ത് രൂപീകരിച്ചത്. എന്നിട്ട് 32 തന്നെയാണ് നമ്മുടെ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. 33 എന്താണ് ഈ സമിതിയാണെങ്കിൽ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മെമ്മോറിയൽ നമ്മുടെ ആർക്ക് ശ്രീ ചിത്തിര തിരുനാളിന് സമർപ്പിച്ച്, പക്ഷേ അത് റിജക്റ്റ് ആണ് ചെയ്തത്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. 14ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്തു. പുലയൻ എന്ന കവിത എഴുതി. ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഏതാണ്? പുലയർ എന്ന കവിത എഴുതിയതും പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. 15ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സുരേന്ദ്രനാഥ ബാനർജിയാണ്. 16ാമത്തെ ചോദ്യം. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടെന്നറിയാം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ശ്രീലങ്കയാണ് ഉൾപ്പെടാത്തത്. 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ SCO 2024 നടന്നത് 24ാമത് ഉച്ചകോടിയാണ്. എവിടെ വെച്ചാണ്? കസാക്കിസ്ഥാനിലാണ്. ഓക്കെ, കസാക്കിസ്ഥാനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. 24ാമത്തെ സമ്മേളനമാണ്. 2024 സമ്മേളനമാണ്. ആസ്ഥാനം എവിടെയായിരുന്നു? ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? കസാക്കിസ്ഥാൻ. ഓക്കെ, കസാക്കിസ്ഥാൻ. ഇതിൽ ഇന്ത്യനെ പ്രതിനിധീകരിച്ച് പോയത് ആരായിരിക്കും? ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ആ സമയത്തുള്ള വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിദേശകാര്യ മന്ത്രി S ജയശങ്കറായിരുന്നു. ഓക്കെ, 24ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ മീറ്റിങ്ങിൽ ഉച്ചകോടിയിൽ വേദിയോടെ വെച്ചാൽ കസാക്കിസ്ഥാനിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയത് ഇവിടെ ആരാണ്? S ജയശങ്കറുമാണ്.
അടുത്ത ക്വസ്റ്റ്യനാണ് 17ാമത്തെ ചോദ്യം. ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാറിനെ വേർതിരിക്കുന്നത് ആരാണ്? ഏതാണ്? 10 ഡിഗ്രിയാണ്. ഓക്കെ, 10 ഡിഗ്രിയാണ്. 18ാമത്തെ ചോദ്യമാണ്. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് എവിടെ? അതാണ് എവിടെയാണ്? നമ്മുടെ ബോഡി പോലെ ആലോചിച്ചാൽ മതി. എവിടെയാണ്? തോളലാണ്. ഓക്കെ. 19ാമത്തെ ചോദ്യമാണ്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത്? ശരീരത്തിലെ കാവൽക്കാർ ആരാണ്? WBC ശ്വേത രക്താണുക്കളാണ്. ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ചോദ്യമാണ്. ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിൻ്റെ ഉപരിതല ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിൽ നമ്മുടെ ബ്രെയിനിലുള്ള ഉപരിതല ഔട്ടർ പാർട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഗ്രേ മാറ്റർ ആണ്. ഓപ്ഷൻ എ, ഗ്രേ മാറ്റർ. 21ാമത്തെ ചോദ്യമാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ സി ആണ്, ബസാൾട്ട് ആണ്. 22ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 84,376 എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോൺ നമ്പർ പോലെ പഠിച്ച് വെച്ചാൽ മതി. 84,376 നോർത്ത് സൈഡിൽ നിന്ന് അറിയായിരിക്കും. 84 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. ഓക്കെ. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നാണ്. ഈ സെയിം ക്വസ്റ്റ്യനാണ് നമ്മുടെ WCPO എക്സാമിനും കേട്ടിരുന്നു, കണ്ടോ? അപ്പോൾ അതാണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഇതാണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പീസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ സാധ്യതയുണ്ട്. ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഭാരതീയ റിസർവ് ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ഇതേ സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ. ഇതേ തന്നെയാണ് ഓപ്ഷൻസ് ഒക്കെ ഇട്ട് കേട്ടത് WCPOയ്ക്ക്, ഈ കഴിഞ്ഞ WCPO എക്സാമിന്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യോജിക്കാത്തത് ഓപ്ഷൻ ബി ആണ്. 24ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി NIC നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി ചെയ്യുന്നത് അതറിയായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും കണക്കാക്കുന്നു. ഓക്കെ. 25ാമത്തെ ചോദ്യമാണ്. ലോക വ്യാപാര സംഘടന, ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ WCPO എക്സാമിനുണ്ടായിരുന്നു. WCPO എക്സാമിന് കറക്റ്റ് ഇതേ മോഡലല്ല. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 95 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നാണ് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ലോക വ്യാപാര സംഘടന ഗാട്ടിൻ്റെ പിന്തുടർച്ചകനെ അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 1, 2, 3 WTOയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഓക്കെ, ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എല്ലാം ജനീവയാണ്. 26ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. ഓപ്ഷൻ A, B, C, D. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശരിയല്ലാത്തത്. നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15 അതുപോലെ തന്നെ ഇന്ത്യയുടെ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹ്ലനോബിസ്. ഓക്കെ, ഇന്ത്യ ആസൂത്രണത്തിൻ്റെ പിതാവെന്നുമുണ്ട്, ശില്പി എന്നുമുണ്ട്. ഇത് രണ്ടും 2 പേരാണ്. ഓക്കെ, ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് കേട്ടുകഴിഞ്ഞാൽ PC മഹ്ലനോബിസ് ആണ്. ഇതെങ്ങനെ ഓർക്കാം? നമ്മൾ ഈ മഹാന്മാരുടെ ശില്പങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് കൂടുതലും, അപ്പം അങ്ങനെ ഓർത്താൽ
ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവല്ല, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ PC മഹലനോബിസ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ആരാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്? നമ്മുടെ മലയാളിയാണ്. മലയാളിയായ KN രാജാണ്. KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി നേട്ടിന് PC മഹലനോബിസ്. പക്ഷേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രകൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവതാരിക എഴുതിയത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചത്, ഇതെല്ലാം KN രാജാണ്. KN രാജാണ്. പക്ഷേ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. പക്ഷേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, ആസൂത്രകൻ, ആമുഖം എഴുതിയത്, അവതാരിക എഴുതിയത്, കരട് തയ്യാറാക്കിയത്, ഇത് കമ്മീഷന് മുന്നിൽ വച്ചത്, ഇവയെല്ലാം KN രാജാണ്. അതുപോലെ തന്നെ KN രാജിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, കേൾക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യ ആദ്യത്തെ 10 വർഷങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യൻ ജനാധിപത്യത്തിന് ആപത്താണ് എന്ന് പ്രസ്താവിച്ചതും KN രാജാണ്. ഇന്ത്യ ആദ്യത്തെ 10 വർഷങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യൻ ജനാധിപത്യത്തിന് ആപത്തെന്ന് പറഞ്ഞതും KN രാജാണ്. 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏതാണ്? ഫസ്റ്റ് ഘട്ടം 1960-70 കാലഘട്ടം, രണ്ടാമത്തത് 70-80 കാലഘട്ടം. 28ാമത്തെ ചോദ്യം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇതിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ C ആണ്. 1ഉം 3ഉമാണ്. 2021 ജനുവരി 1-നാണ് റിസർവ് ബാങ്ക് ഇത് തുടക്കമിട്ടത്. ഏതാണ്? ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. അതുപോലെ തന്നെ പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. 29ാമത്തെ ചോദ്യമാണ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്നതാണ്. ഓപ്ഷൻ B ആണ്, ജെറിമാൻഡറിംഗ്. 30ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്താണ്? പട്ടികജാതി പട്ടികവർഗം ഏതാണ്? ആർട്ടിക്കിൾ 330 to 342. ഓപ്ഷൻ D ആണ്. പട്ടികജാതി SC ST കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 330 to 342 ഇനി നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും 5 ചോദ്യങ്ങൾ നോക്കാം. 31ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? മലയാളം വൊക്കാബുലറി ശരിയായിട്ടുള്ള പദം 31 ഓപ്ഷൻ B ആണ്. പൈതൃകം, ഇങ്ങനെയാണ് എഴുതേണ്ടത്. പൈതൃകം. 32ാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏതെന്നാണ്? ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? ഏതാണ്? എല്ലാ ദിവസവും രാവിലെ തോറും വേണോ? 2 വേണോ? ഒന്ന്, എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം, അങ്ങനെ പോലെ. ഇത് 3 വേണ്ട, അപ്പോൾ അത് തെറ്റാണ്. അതുപോലെ ദിവസവും രാവിലെയും തോറും വീണ്ടും വേണ്ട, ദിവസം കൊണ്ട് രാവിലെ തോറും ഉണ്ട്. എല്ലാ ദിവസം തോറും വേണ്ട, അതും വേണ്ട. ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. തോറുമോ എല്ലാം ഏതെങ്കിലും ഒന്ന് മതി. 33ാമത്തെ ചോദ്യം. കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക എന്നാണ്. ഏതാണ്? ഓപ്ഷൻ B ആണ്. അനുകമ്പയാണ്. ഓപ്ഷൻ B അനുകമ്പയാണ്. 34ാമത്തെ ചോദ്യം. ഒറ്റപ്പദം ആക്കുകയാണ് പ്രമാണം സംബന്ധിച്ചത്. ഏതാണ്? ഓപ്ഷൻ A ആണ്. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവൽ കുതിരയുടെ പര്യായ അല്ലാത്തത്. കുതിര ഏതാണ്? അശ്വം കുതിര, തുരങ്കം കുതിര, ഹയം കുതിര. ഓപ്ഷൻ B ആണ്. പികം എന്തോന്നാണ്? കുയിലാണ്. പികം കുയിൽ. കുയിൽ. ബാക്കി കുതിരയാണ്. അശ്വം തുരങ്കമൊക്കെ കിട്ടും. ഹയം കുതിരയാണ്. അതുപോലെ പികം കുയിലാണ്. കുയിൽ. ഇംഗ്ലീഷിൽ 5 ചോദ്യങ്ങൾ നോക്കാം. 36ാമത്തെ ചോദ്യം. ഇഫ് ഹി വർക്ക് ഹാർഡ്
comma, he dash in the exam. If clause, if he work hard, he will pass the exam. അവൻ നല്ല പോലെ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ അവൻ ജയിക്കുമായിരുന്നു. അതാണ് ഇഫ് ഹി വർക്ക് ഹാർഡ് ഹി വിൽ പാസ് ദി എക്സാം. 37 ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ. ഏതാണ് ആർട്ടിക്കിൾ? ആർ യു ലുക്കിംഗ് ഫോർ ദി ഷാംപൂ. ഓപ്ഷൻ സി ആണ്. 38ാമത്തെ ചോദ്യം ദ കേക്ക് ടേസ്റ്റസ് ഡാഷ്. ഏതാണ്? ദ കേക്ക് ടേസ്റ്റസ്. ഓപ്ഷൻ ഡി ആണ്, ഡെലീഷ്യസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഡെലീഷ്യസ് ആണ്. 39ാമത്തെ ചോദ്യം ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ലെറ്റസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നോക്കണ്ട, ഉള്ളി ഷാൾ ബി. ഓപ്ഷൻ ബി ആണ്, ലെറ്റസ് ഷാൾ ബി. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഷാൾ ബി. 40ാമത്തെ ചോദ്യമാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ദ ലീഡർ ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ഡാഷ് ടു ദി സെയിം ട്രൈബ്. ഇതാണ് അസ് വെൽ ആസ് എന്ന കണക്റ്റിംഗ് വേർഡ് വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഫസ്റ്റത്തെ നൗൺ നോക്കി ബാക്കിയുള്ളത് എഴുതണം. ദ ലീഡർ സിംഗുലർ അല്ലേ, അപ്പോൾ സിംഗുലർ വെർബ് എഴുതണം. ഓപ്ഷൻ സി ആണ്, ബിലോങ്സ് ആണ്. ദ ലീഡർ ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ബിലോങ്സ് ടു ദി സെയിം ട്രൈബ്.